നിങ്ങൾ കാത്തിരുന്ന ഗൃഹസഖിയുടെ മറ്റൊരു എപ്പിസോഡ് ഇതാ ആരംഭിക്കുകയായി. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുസ്വാഗതം. ഗൃഹസഖിയുടെ ഇന്നത്തെ നമ്മുടെ അതിഥി വളരെ കുട്ടിക്കാലം മുതലേ പാടിത്തുടങ്ങി പാട്ടിലൂടെ നമ്മൾ പരിചയിച്ചറിഞ്ഞ മലയാളം വളർത്തിയ ഒരു പ്രിയ ഗായികയാണ്. മലയാളത്തിന്റെ അഭിമാനമായ ശ്രീ ONV കുറുപ്പ് സാറിന്റെ കൊച്ചുമകൾ കൂടിയായ അപർണ രാജീവിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. സ്വാഗതം ചെയ്യാം അപർണയെ സ്നേഹപൂർവ്വം ഗൃഹസഖിയിലേക്ക്. ഹലോ അപർണ. അപ്പോൾ ശരിക്കും നമ്മൾ അപർണയെ വളരെ കൊച്ചിലെ മുതലേ ടിവിയിലൊക്കെ പാട്ടുപാടി കണ്ട ഒരാളാണ്. ഇപ്പൊ അപർണ ഒരു കുട്ടിയുടെ അമ്മയും കൂടെയാണ്. അപ്പൊ എങ്ങനെയുണ്ട് അത് നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കഥകൾ പറഞ്ഞു തുടങ്ങാം. എങ്ങനെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് പറഞ്ഞാൽ ഇതന്നെയാണ്, ഈ അമ്മ റോളാണ്. 8 മാസമായി അല്ലേ? അത് 8 മാസമായി, 9 ആവുന്നതാണ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോഴും ഇങ്ങനെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഞാൻ എന്നെ ഒരു കുട്ടിയായിട്ട് കാണുന്നുണ്ട്. എങ്ങനെയാണ് പാട്ടൊക്കെ എങ്ങനെ കൊണ്ട് നടക്കണം? കാരണം ഒരു കുഞ്ഞുവാവ വീട്ടിലുള്ളപ്പോ അതിന്റെ ഏറ്റവും വലിയ ജോലി ഇപ്പോഴാണ് ശരിക്കും ഒരു കുട്ടീനെ വളർത്തുന്നതിന്റെ ആ ബുദ്ധിമുട്ട് ഇപ്പൊ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. കുറച്ച് പ്രയാസമാണ് രണ്ടും കൂടി ശരിക്കും കൊണ്ടുപോകാൻ. പിന്നെ അങ്ങനെ സെലക്റ്റീവ് ആയിട്ടാണ് പ്രോഗ്രാംസ് പോകുന്നത്. റെക്കോർഡിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ ഇവിടെ അമ്മയൊക്കെ ഉണ്ടല്ലോ, ഓക്കെ. അപ്പം അപർണ എങ്ങനെയായിരുന്നു സാധാരണ ഇപ്പോ എന്താണ് ഇത്രയും വലിയൊരു പ്രശസ്തൻ അപ്പൂപ്പന്റെ കൊച്ചുമകൾ മാത്രവുമല്ല, എന്താണ് എപ്പോഴും പ്രോഗ്രാംസും സ്റ്റേജും ഒക്കെ ആയിട്ട് പോയിട്ട് പെട്ടെന്ന് അപർണ കല്യാണം കഴിച്ച് ഡൽഹിയിൽ പോയി. അപ്പോൾ ഹൗ വാസ് ദ ചേഞ്ച് ഓഫ് സീൻ? ഡൽഹിയിൽ എങ്ങനെയായിരുന്നു അപർണയുടെ ആക്ടിവിറ്റി? ഡൽഹിയിൽ ശരിക്കും ടോട്ടലി ഭയങ്കര ഡിഫറെന്റ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു ശരിക്കും. പക്ഷെ ഇവിടെ ഞാൻ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് ഇരുന്നിട്ട് അവിടെ പോയപ്പോ എൻഗേജ്ഡ് ആയിരുന്നു വെച്ചാൽ മലയാളി അസോസിയേഷന്റെ പ്രോഗ്രാംസിന് പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഭജൻസും അങ്ങനെയൊക്കെ ആക്റ്റീവ് ആയിരുന്നു. എന്നാൽ പോലും വീട്ടിൽ ഇത്രയും നിറയെ ആളുള്ള ഒരു വീട്ടിൽ നിന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ ഹസ്ബൻഡ് വർക്കിന് പോയാൽ ഞാൻ അവിടെ ഒറ്റയ്ക്കാണ്. ഈ പാട്ടുപഠിത്തമൊക്കെ ഉണ്ട്, എന്നാൽ പോലും അതൊരു ചേഞ്ച് ആയിരുന്നു ശരിക്കും. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, അങ്ങനെ ഒരു ചാൻസ് എനിക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ എല്ലാം കൊണ്ട് ഒരു പുതിയ എല്ലാ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ എൻജോയ് ചെയ്തു എല്ലാം, അതിന്റെ ആ ഒരു രീതിയിലെല്ലാം നല്ലതായിരുന്നു. പക്ഷെ ഡൽഹിയിലും അപർണ പാട്ടുമായിട്ട് നല്ല ബിസി ആയിരുന്നു. പാട്ട് പ്രോഗ്രാംസ് ഒക്കെ അങ്ങനെ. അവിടെ ഞാൻ ഹിന്ദുസ്ഥാനി മ്യൂസിക് ഒരു ടീച്ചറിന്റെ അടുത്ത്, ഹേമ ടീച്ചറിന്റെ അടുത്ത് പഠിക്കാൻ പോയിരുന്നു. പിന്നെ ഈ ഞാൻ മലയാളി അസോസിയേഷൻ പ്രോഗ്രാംസ് ഇടയ്ക്ക് വരും. പിന്നെ അതല്ലാതെ ഞങ്ങളുടെ തൊട്ടടുത്തന്നെ ഒരു ഗുരുവായൂരപ്പൻ ടെമ്പിൾ ഉണ്ട്. അത് വളരെ അവിടെ ഭയങ്കര പോപ്പുലർ ഒരു നോർത്ത് ഇന്ത്യൻ ഗുരുവായൂരപ്പൻ ടെമ്പിൾ. അവിടെ ഈ ഉത്സവത്തിനൊക്കെ അങ്ങനെ ഭജൻസും പിന്നെ വേറെ അങ്ങനെ ടെമ്പിൾസിലൊക്കെ അങ്ങനെ ഭജനൊക്കെ പാടാനും അങ്ങനെയൊക്കെ ചാൻസ് കിട്ടി. അപ്പോൾ അതുകൊണ്ടൊരു പാട്ടായിട്ട് അങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റി അവിടെ ചെന്നിട്ട്. അപ്പം ശരിക്കും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഷോസിലൂടെ ഒത്തിരി കുട്ടികൾ വരുന്നു, ഒത്തിരി അധികം പാട്ടുകാർ വരുന്നു. അപ്പം ഒരു കോമ്പറ്റീഷനിലും ഒന്നും, അതായത് അപർണയ്ക്ക് ആ ഒരു കോമ്പറ്റീഷൻ ഒരു മൂഡല്ലല്ലോ. അപ്പോൾ ആ ഒരു അങ്ങനത്തെ ഒരു എക്സ്പോഷർ ഇല്ലാതെ നേരെ പാട്ടിലേക്ക് കൊച്ചിലെ മുതലേ പാട്ട് പാടി കവിതകളൊക്കെ പാടി നേരെ പാട്ടിലേക്ക് കടന്ന ഒരാളാണല്ലോ. അപ്പോൾ ഇപ്പോൾ 7-8 സിനിമയോളമായി. അപ്പം എങ്ങനെയുണ്ട് ഇപ്പം സാധാരണ പാട്ട് പഠിത്തം എന്ന് വിട്ട് പ്ലേ ബാക്ക് സിംഗിങ് എന്ന പ്രൊഫഷൻ എങ്ങനെയാണ്? ഹൗ ഡിഡ് ഇറ്റ് ട്രീറ്റ് യു സോ ഫാർ ആൻഡ് ഹൗ ഇസ് ഇറ്റ് ട്രീറ്റിംഗ് യു എന്ന രീതിയിലൊന്ന് പറയാം. എനിക്ക് തോന്നുന്നത്, എനിക്ക് ചെറുതാകുമ്പോഴേ മുത്തശ്ശൻ ആ ഒരു ഇതിലുകൊണ്ട് ഇങ്ങനെ കുറേ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ വരിക അങ്ങനെ ഒരു, അപ്പോൾ എനിക്ക് ഈ ഫീൽഡ് ശരിക്കും കുറച്ച് ഫെമിലിയർ ആയിരുന്നു ചെറുതാകുമ്പോൾ തൊട്ട്. പിന്നെ പാട്ട് പഠിത്തം ഞാനൊരു 6 വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ തുടങ്ങി ഓംനിക്കുട്ടി ടീച്ചറിൻ്റെ അടുത്ത്. പിന്നെ ആലപ്പുഴ ശ്രീകുമാർ സാറിൻ്റെ അടുത്ത് പിന്നെ കണ്ടിന്യൂ ചെയ്തു. കുറേ വർഷം പഠിച്ചു. അപ്പോൾ പിന്നെ ഏഷ്യാനെറ്റിലൊരു പ്രോഗ്രാം ഇങ്ങനെ മകരിസ എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം ആങ്കർ ചെയ്യാൻ വന്നു, കുട്ടികളുടെ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യാൻ വന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ഈ ഫീൽഡിലേക്ക് അങ്ങനെ ഈ പ്ലേബാക്ക് സിംഗിങ്ങിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി അത് വഴിയാണ് കിട്ടുന്നത്. വോയിസ് ഓഫ് ദി വീക്കിലുണ്ടായിരുന്നു, അത് ഫൈനൽ റൗണ്ട് വരെ എത്തി അങ്ങനെ. അപ്പോൾ വിദ്യാസാഗർ സാറിൻ്റെ മ്യൂസിക്കിലായിരുന്നു ആദ്യം പാടിയത്. വോയിസ് ടെസ്റ്റ് ഒക്കെ നടത്തി ഭയങ്കര ശരിക്കും ഡിഫിക്കൽട്ട് ആയിരുന്നു, നല്ല ടെൻഷനായിരുന്നു. കിട്ടുന്ന യാതൊരു പ്രതീക്ഷയില്ല. ഞാൻ പറയുകയും ചെയ്തു എന്നോട്, നമുക്ക് ചെയ്ത് നോക്കാം, ഇതാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ശരിക്കും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ അതെ പ്രോമിസ് ഇല്ലായിരുന്നു. അങ്ങനെ
മെയ്ഡ് ഇൻ US എന്നുള്ള മൂവിയിലാണ് ആദ്യം പാടുന്നത്. പിന്നെ അത് കഴിഞ്ഞൊരു 8 മൂവീസിൽ ഇപ്പോൾ സോഫ പാടിയിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു കുറച്ചെങ്കിലും ഒരു ബ്രേക്ക് തന്ന മൂവി എന്ന് എനിക്ക് തോന്നുന്നത് മിഴികൾ സാക്ഷി എന്നുള്ള മൂവിയാണ്. അതിന് എനിക്ക് ഫിലിം ക്രിറ്റിക്സ് അവാർഡും അങ്ങനെ ഒരു വേൾഡ് മലയാളി കൗൺസിൽ അവാർഡൊക്കെ കിട്ടി. അപ്പോൾ ആൾക്കാർ പിന്നെ ഞാനാണത് പാടിയെന്ന് പിന്നെ അറിയുന്നത് ശരിക്കും ആ ഒരു പാട്ടാണ്. തീർച്ചയായിട്ടും പാടാം. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദക്ഷിണാമൂർത്തി സ്വാമി 20 years കഴിഞ്ഞ് മ്യൂസിക് ചെയ്ത ഒരു പാട്ടായിരുന്നു, അത് മൂവിയായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് നേരിട്ട് ഇങ്ങനെ പാട്ട് പഠിച്ച് പിന്നെ ആ മൂവിയിൽ തന്നെ 2 പാട്ടിന് ട്രാക്കും കൂടി അതും എനിക്ക് അദ്ദേഹം പഠിപ്പിച്ചു തന്നു. അപ്പൊ അങ്ങനെയൊക്കെ അതൊരു വലിയ ഭാഗ്യമായിരുന്നു. അപ്പൊ എല്ലാം കൊണ്ട് ശരിക്കും ആ പാട്ട് എനിക്കൊരു സന്തോഷം തരുന്ന, ബാക്കി എല്ലാ പാട്ടും സന്തോഷം ഇല്ല എന്നല്ല, പക്ഷെ കുറച്ചും കൂടി ഒരു റെക്കഗ്നീഷൻ ആ പാട്ടിനായിരുന്നു എനിക്ക്. അപ്പൊ അത് പാടാം. മഞ്ജുതര ശ്രീലതികാഗ്രഹത്തിൽ കഞ്ചലോചന നിന്നെ കാത്തിരിപ്പു ഞാൻ കാത്തിരിപ്പു. മഞ്ജുതര ശ്രീലതികാഗ്രഹത്തിൽ കഞ്ചലോചന നിന്നെ കാത്തിരിപ്പു ഞാൻ കാത്തിരിപ്പു. വന്നണയാനെന്നെ വൈകുന്നു നീ എന്നെ മറന്നുവോ കണ്ണാ, നിനക്കെന്നെ മറക്കുവാനാമോ. മഞ്ജുതര ശ്രീലതികാഗ്രഹത്തിൽ കഞ്ചലോചന നിന്നെ കാത്തിരിപ്പു ഞാൻ കാത്തിരിപ്പു. അപർണയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചിലെ മുതലേ കണ്ടുവരുന്ന അപർണ തന്നെയാണ് ഇപ്പോഴും. അതായത് അപർണയ്ക്ക് ആ ഒരു എന്താണ് പ്രൊഫഷണൽ സിംഗറിന്റെ ഒരു ജാടകളും വന്നിട്ടില്ല. കൊച്ചിലെ മുതലേ സ്റ്റേജുകളിൽ പാടിയിരുന്ന അതേ അപർണ തന്നെയാണ് ഇപ്പോഴും. അപ്പൊ ഈ ഒരു മേക്ക് ഓവർ പോലും വന്നിട്ടില്ല. അപർണയുടെ സ്റ്റൈൽ അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. അപ്പൊ ഇത്രയും സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള അപർണ, ഇത്രയും അഗ്രസീവ് ആയിട്ടുള്ള ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് അപ്പം അപർണയുടെ ഈ പേഴ്സണാലിറ്റി എങ്ങനെയാണ്? ശരിയാണ് എന്നുവെച്ചാൽ ചോദിച്ചത് കറക്റ്റ് ആണെന്ന് വെച്ചാൽ എൻ്റെ ഒരു എനിക്ക് തന്നെ തോന്നാറുണ്ട് എൻ്റെ പേഴ്സണാലിറ്റി ശരിക്കും ഈ ഫീൽഡിൽ ചില സമയത്തെങ്കിലും അത്ര ഫിറ്റ് ചെയ്യുന്നതല്ല. പിന്നെ എനിക്കങ്ങനെ ഒരിക്കലും ഞാനല്ലാതെ എനിക്കൊരാവാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ കുറേ ചേഞ്ച് ആയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ പേർപ്പസ്ലി ഉണ്ടായ ചേഞ്ചസ് അല്ല, തന്നെത്താൻ അങ്ങനെ വന്നിട്ടുണ്ട്. ചെറുതാകുമ്പോൾ അത്രയും നമുക്ക് എന്തായാലും ഇപ്പൊ ആ ഒരു ഇന്നസെൻസ് ഉണ്ടാവില്ല. അപ്പൊ പക്ഷെ എന്നാലും ഒരു ലിമിറ്റ് ഉണ്ട് അതിന്. എങ്കിലും ആ ഒരു പഴയ എന്തിനും ഒരു സംസാരിക്കാനൊക്കെ ഒരു ചെറിയ ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത്രയില്ല, അതില്ല ഇപ്പൊ. പക്ഷെ അപർണയെ എനിക്ക് തോന്നുന്നു അപർണയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാം അപർണയെ ഇഷ്ടപ്പെടുന്ന അപർണയുടെ ലാളിത്യം കൊണ്ടാണ്. അപ്പൊ ഈ അപർണയുടെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠരായ ഗുരുക്കന്മാർ അപർണയ്ക്ക് ഉണ്ടായിട്ടുണ്ടല്ലേ? അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ദേവരാജന്മാർ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ദക്ഷിണാമൂർത്തി സ്വാമി, അതൊരു വലിയ ഭാഗ്യമാണ്. അത് ശരിക്കും വീണ് കിട്ടിയ പെട്ടെന്ന് വന്നൊരു ഭാഗ്യമാണ്. അതുപോലെ ദേവരാജൻ അപ്പൂപ്പന്റെ, ഞാൻ ദേവരാജൻ അപ്പൂപ്പൻ എന്നാണ് വിളിക്കുന്നത്. ദേവരാജൻ മാഷെന്ന് വിളിച്ചപ്പോ എന്നെ ചീത്ത പറഞ്ഞു, അപ്പൂപ്പൻ എന്ന് വിളിച്ചാൽ മതി. മുത്തശ്ശന്റെ വളരെ അടുത്ത കൂട്ടുകാരിലെ ഒരാളാണ്. അപ്പോൾ എൻ്റെ അച്ഛനെ വരെ എടുത്ത് നടന്ന് അങ്ങനെ ഒരു പരിചയമുണ്ട് ചെറുതാകുമ്പോൾ തൊട്ട്. അപ്പം അങ്ങനെ അതുകൊണ്ട് അപ്പൂപ്പൻ ഇവിടെ കുറച്ച് നാൾ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്ന സമയത്ത്, ഞാനപ്പോൾ ചെറുതാണ്, 10-12 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ പാട്ട് പഠിക്കാനും അങ്ങനെ ഞാൻ പോവായിരുന്നു ദിവസവും. അപ്പോൾ അവിടെ ഇങ്ങനെ അപ്പൂപ്പൻ മ്യൂസിക് ചെയ്ത പാട്ടുകൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ നേരിട്ട് പാടിത്തരിക. അപ്പോൾ അത് ശരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്ത് കേട്ട ആ പാട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ ആ ഒരു ഭാവവും ഒക്കെ എല്ലാം ആ പാട്ടിൽ വേറൊരു ഭാവമായിരിക്കും അദ്ദേഹം പാടുമ്പോൾ. ശരിക്കും അദ്ദേഹം പറയാം അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ പാടിത്തരും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഒരു എക്സാമ്പിൾ, അമ്പിളി അമ്മാവ പാട്ടില്ലേ, അമ്പിളി അമ്മാവ, ആ പാട്ട് അത് അദ്ദേഹം എനിക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ അമ്പിളി അമ്മാവ അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് ആദ്യം അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ കേട്ട് പരിചയമായിട്ട് പാട്ട് അതുപോലെ ഇല്ല, എങ്ങനെയാണ് അത്, ഞാനിങ്ങനെയാണ് ഉദ്ദേശിച്ചത്, അപ്പൊ ഇങ്ങനെ പാടിയാൽ മതി. അങ്ങനെയൊക്കെ ഓരോ പ്രോഗ്രാമിന് പോകുമ്പോൾ അദ്ദേഹം
പഠിപ്പിച്ചു തന്ന് അങ്ങനെ ശരിക്കും അദ്ദേഹത്തിന് പെർഫെക്റ്റ് ആയി എന്ന് തോന്നിയില്ലേ നമ്മൾ സ്റ്റേജിൽ അങ്ങനെ പാടിച്ച് അങ്ങനെ അത് ശരിക്കും ഒരു നല്ല എൻ്റെ ലൈഫിലൊരു വളരെ നല്ല സമയമായിരുന്നു. ഒരു 3 വർഷത്തോളം എനിക്ക് അങ്ങനെ പഠിക്കാൻ പറ്റി. പിന്നെ അദ്ദേഹം പോയത് ശരിക്കും വലിയൊരു നഷ്ടമായിപ്പോയി. അപ്പോൾ ശരിക്കും ഇത്രയും പ്രിയപ്പെട്ട ഗുരുവിന്റെ ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും ദേവരാജൻ മാസ്റ്റർ പഠിപ്പിച്ച ദേവരാജപ്പൂപ്പൻ്റെ ശരിക്കും നമുക്കറിയാം ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. അദ്ദേഹം പഠിപ്പിച്ചു തന്ന പാട്ടിൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന ഒരു പാട്ട്, അത് ഞാൻ അദ്ദേഹം ശരിക്കും എനിക്ക് പഠിപ്പിച്ചു തന്നപ്പോഴാണ് ആ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട അങ്ങനെ ഒരു പാട്ട്, അത് പാടാം. അഷ്ടമി രോഹിണി രാത്രിയിൽ അമ്പലമുറ്റത്ത് നിൽക്കുമ്പോൾ ആലവിളക്കിൻ്റെ നീല വെളിച്ചത്തിൽ അന്നു ഞാൻ ആദ്യമായി കണ്ടു ഈ മുഖമന്നു ഞാൻ ആദ്യമായി കണ്ടു. അഷ്ടമി രോഹിണി രാത്രിയിൽ അമ്പലമുറ്റത്ത് നിൽക്കുമ്പോൾ ആലവിളക്കിൻ്റെ നീല വെളിച്ചത്തിൽ അന്നു ഞാൻ ആദ്യമായി കണ്ടു ഈ മുഖമന്നു ഞാൻ ആദ്യമായി കണ്ടു. വണ്ടർഫുൾ. അപ്പോൾ ആ ഒരു ദേവരാജൻ മാസ്റ്ററിന്റെ മ്യൂസിക്കൽ മാജിക് അതിൽ അറിയാനുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇതിലെല്ലാം പുറമെ സ്വന്തം വീട്ടിൽ തന്നെ അപർണയ്ക്ക് ഒരു ഗുരുവുണ്ട്, അപർണയുടെ സ്വന്തം അച്ഛൻ അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചും, അതായത് രാജീവ് സാറ് ഒത്തിരി അധികം മ്യൂസിക്കലി ഒത്തിരി ആക്ടിവിറ്റീസ് ഉള്ള ആളാണ്. മ്യൂസിക് കമ്പോസിഷൻ ഈയിടെ കുറേ ചെയ്തിട്ടുണ്ട്. അച്ഛൻ ശരിക്കൊരു പാഷനാണ് അച്ഛൻ മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വർക്കിന്റെ ഇടയിൽ അച്ഛൻ മ്യൂസിക് കൊണ്ടുവന്നത് ശരിക്കും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഞാൻ ആയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പറ്റുമെന്ന് അറിയില്ല. അച്ഛൻ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അങ്ങനെ. അപ്പോൾ മുത്തശ്ശൻ്റെ കവിതകൾ അച്ഛൻ മ്യൂസിക് ചെയ്ത് അതാണ് തുടങ്ങിയത്. ശരിക്കും അച്ഛൻ മ്യൂസിക് ചെയ്ത് ഞാൻ പറഞ്ഞ കോമ്പറ്റീഷന് പോവായിരുന്നു ഇപ്പോൾ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ. അപ്പോൾ എനിക്ക് കവിത എന്തെങ്കിലും പാടാൻ റെസിറ്റേഷൻ കോമ്പറ്റീഷനൊക്കെ അച്ഛൻ മ്യൂസിക് ചെയ്ത് അങ്ങനെയാണ് അച്ഛൻ ശരിക്കും നമുക്കങ്ങനെ അച്ഛന് ആ ഒരു ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് ശരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ മുത്തശ്ശൻ്റെ കവിതകളെല്ലാം അച്ഛൻ കുറച്ച് കവിതകളെല്ലാം കൂടി ചേർത്ത ഒരു ആൽബം അങ്ങനെ ചെയ്തു മ്യൂസിക് ചെയ്തിട്ട്. ഞാനും പിന്നെ കുറച്ച് പേരെ പ്ലേ ബാക്ക് സിംഗേഴ്സ് ഒക്കെ പാടി അങ്ങനെ. പിന്നെ അല്ലാതെ 2-3 ആൽബംസ് അച്ഛൻ ചെയ്തു ഇപ്പോൾ. പിന്നെ ഒരു മൂവിയിൽ മുത്തശ്ശൻ എഴുതി അച്ഛൻ ട്യൂൺ ചെയ്ത് എനിക്ക് പാടി അങ്ങനെ ഒരു കളഭമഴ എന്ന് പറഞ്ഞിട്ട്. അപ്പം അച്ഛൻ മ്യൂസിക് ചെയ്ത ഇത്രയും പാട്ടുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് പാടിത്തരാമോ? ഞാൻ കളഭമഴ എന്നുള്ള മൂവിയിൽ പാടാം. കുളിരിൻ്റെ കുടമൂതും മുകിലേ വാ ഇതിലേ വാ ഇതിലേ വാ ഇതിലേ വാ ഇതിലേ വാ. കുളിരിൻ്റെ കുടമൂതും മുകിലേ വാ ഇതിലേ വാ ഇതിലേ വാ ഇതിലേ വാ ഇതിലേ വാ. ദാഹിക്കും മണ്ണിന്നു പനിനീരും കളഭവുമായി പനിനീരും കളഭവുമായി ഇതിലേ വാ ഇതിലേ വാ. കുളിരിൻ്റെ കുടമൂതും മുകിലേ വാ ഇതിലേ വാ ഇതിലേ വാ ഇതിലേ വാ ഇതിലേ വാ. ഗൃഹസഖി ഗൃഹസഖി. നമ്മളിപ്പോൾ അപർണയ്ക്ക് അവാർഡ് കിട്ടിയ സിനിമയിലെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ മാത്രമല്ല അപർണയുടെ ഫസ്റ്റ് പാട്ടിനെ കുറിച്ചും പറഞ്ഞു. അല്ലാതെ ഈ മൂവി പ്ലേ ബാക്ക് സിംഗിങ് കരിയറിനെ കുറിച്ച് ഇപ്പം ഒത്തിരി അധികം പാട്ടുകൾ പാടിയിട്ടുണ്ട്. നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ്. അതാണ് ശരിക്കും എനിക്കൊരു കിട്ടിയൊരു ഭാഗ്യം തോന്നുന്നു. അപ്പൊ എന്തൊക്കെ സിനിമകളെ കുറിച്ചും ഇപ്പൊ ലേറ്റസ്റ്റ് പാടിയതിനെ കുറിച്ചൊക്കെ? ലേറ്റസ്റ്റ് പാടിയിരിക്കുന്ന പറുദീസ എന്നുള്ള മൂവിയാണ്. ശരത് അങ്കിളുടെ ഡയറക്ടർ. പിന്നെ ഔസേപ്പച്ചൻ സാറാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രൊഡ്യൂസർ തമ്പി ആന്റണി അങ്കിളുടെ ആണ് ലിറിക്സ്. ആ മൂവി ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നില്ല, ഓഗസ്റ്റിലാണ് റിലീസ് എന്ന് പറഞ്ഞു. അപ്പോൾ നല്ലൊരു പാട്ടാണ്, നല്ലൊരു മെലഡിയാണ്. പിന്നെ ഞാൻ പിന്നെ ഞാൻ ഫസ്റ്റ് മൂവി കഴിഞ്ഞിട്ട് ഞാൻ പാടിയത് പകൽ എന്നുള്ള മൂവിയായിരുന്നു. അതിൽ എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ
മ്യൂസിക് ആയിരുന്നു. ഗിരീഷ് പുത്തഞ്ചേരി അങ്കിളിൻ്റെ വരികളായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കോളേജ് കുമാരൻ പാടി, അത് ഔസേപ്പ് ബച്ചൻ സാറിൻ്റെ ആയിരുന്നു. പിന്നെ ഭാര്യ സ്വന്തം സുഹൃത്ത്, അത് അലക്സ് ചേട്ടൻ്റെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മിഴികൾ സാക്ഷി പാടി, പിന്നെ കളഭമഴ, പറുദീസ, അങ്ങനെ. ഓക്കെ. അപ്പോൾ എന്താണ് ഒ.എൻ.വി. സാറിൻ്റെ കൊച്ചുമകൾ എന്ന നിലയിൽ സാർ, എനിക്കറിയാം ഒത്തിരി അധികം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, എല്ലാ മനോഹരമായ പാട്ടുകളാണ്. എങ്കിൽ പോലും അപർണയ്ക്ക് ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഒരു ക്ലസ്റ്റർ കാണുമല്ലോ, അതിൽ നിന്നും ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് പാടിത്തരാം? ശരിക്കൊരു ഡിഫിക്കൽട്ട് ചോദ്യമാണ്. അങ്ങനെയല്ല, മുത്തശ്ശൻ്റെ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. എപ്പോഴും എനിക്ക് അങ്ങനെയാണ് പാട്ടുകളുടെ ഒരു ഇഷ്ടമുള്ള ചോദിച്ചാൽ എനിക്ക് ഒരുപാട് എപ്പോഴും ഫേവറേറ്റ്സ് ഉണ്ട്. മുത്തശ്ശനെന്ന് മാത്രമല്ല, അല്ലാതെ പൊതുവെ ചോദിച്ചാലോ. മുത്തശ്ശൻ്റെ പാട്ടുകളിൽ അധികം അത്ര ആൾക്കാർ അങ്ങനെ, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്, പക്ഷെ അത് ഒരുപാട് അങ്ങനെ ആൾക്കാർ ഇതിൽ പാടി ഞാൻ കേട്ടിട്ടില്ല. ആ പാട്ട് പാടാം, അത് സലിൽ ചൗധരി അദ്ദേഹം അവസാനമായിട്ട് മ്യൂസിക് ചെയ്തതാണ്. തുമ്പോളി കടപ്പുറം എന്നുള്ള മൂവിയിൽ, അത് പാടാം. ഓളങ്ങളെ 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 വെള്ളിമണി തുള്ളുന്ന ചന്തങ്ങളെ തീരത്തു പൂവരശു പൂവിട്ടിതാ നീരാഴിയും പാലാഴിയാൽ ഒരു നോക്കിൽ വിരിയും പൊൻപൂക്കളാൽ ഓളങ്ങൾ മുറിയേ ഓടങ്ങൾ വാ കുഞ്ഞുമോളങ്ങളിൽ തുള്ളുമോളങ്ങൾ വാ ഓളങ്ങളെ 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 ഓടങ്ങളെ വെള്ളിമണി തുള്ളുന്ന ചന്തങ്ങളെ തീരത്തു പൂവരശു പൂവിട്ടിതാ നീരാഴിയും പാലാഴിയാൽ ഒരു നോക്കിൽ വിരിയും പൊൻപൂക്കളാൽ ഓളങ്ങൾ മുറിയേ ഓടങ്ങൾ വാ തുള്ളുമോളങ്ങളിൽ കൊല്ലിയോടങ്ങൾ വാ. ബ്യൂട്ടിഫുൾ. അപ്പോൾ ശരിക്കും ഇത്രയധികം, അതായത് ജ്ഞാനപീഠമൊക്കെ വന്ന ഒരു വീട്ടിലാണ്. അത് മാത്രമല്ല അപർണയുടെ അച്ഛനും വെരി വെൽ ക്വാളിഫൈഡ് ആണ്. അപ്പോൾ ഇത്രയും അധികം ഒരു ഗ്രൂമിംഗ് ഉള്ളൊരു വീട്ടിൽ നിന്ന് അപർണയുടെ അഡ്മിഷൻസ് എന്തൊക്കെയാണ്, അതൊന്ന് പറഞ്ഞുതരാം? പാട്ടിൻ്റെ ആണോ അതോ അല്ലാതെ? എല്ലാം, ടോട്ടലി. എനിക്ക് പാട്ടിൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇനിയും നല്ല നല്ല പാട്ടിൽ പാടണം, പാട്ട് കൂടുതൽ പഠിക്കാനാണ് എനിക്ക് കൂടുതൽ, അതാണ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ എനിക്ക് ചാൻസ് കിട്ടുമോ ഇല്ലെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ ഫീൽഡിൽ അങ്ങനെ ഒരു ഗ്യാരണ്ടി ഉള്ള ഫീൽഡല്ല. അപ്പോൾ അതെ, പാട്ട് നല്ലൊരു സിംഗറാണെന്ന് എല്ലാവരും പറയണം. ഞാൻ പാടുമ്പോൾ അയ്യോ മുത്തശ്ശൻ്റെ ഇത് വെച്ചിട്ടാണ് എനിക്ക് അങ്ങനെ, എനിക്ക് അതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത അങ്ങനെ ഒരു ചാൻസ് കിട്ടിയെന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു സിംഗറാണെന്ന് ഞാൻ പാടുമ്പോൾ എല്ലാവർക്കും തോന്നുന്നു, അങ്ങനെ ഒരു അതെൻ്റെ ആഗ്രഹമാണ്. പിന്നെ ഏത് തരത്തിലുള്ള പാട്ടായാലും പാടാൻ പറ്റണം എന്നൊരു കോൺഫിഡൻസ്, അത് ബിൽഡ് ചെയ്യണം അങ്ങനെ. പിന്നെ അല്ലാതെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഞാനിപ്പോൾ കറസ്പോണ്ടൻസ് ഒരു സിംബിയോസിസിൽ ഒരു കോഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട് മാർക്കറ്റിങ്ങിൽ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സൺടെക്കിൽ ആദ്യം വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വന്നു. ഇനിയിപ്പോൾ കരിയറിൽ ഇനിയും മുമ്പോട്ട് പോകണമെന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി അങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകണം. അപ്പോൾ എന്താ ഇതെല്ലാം അല്ലാതെ ഇപ്പോൾ അപർണയുടെ വീട്ടിൽ ഞാനിപ്പോൾ കുറേ നേരമായിട്ട് അപർണയുടെ വീട്ടുകാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അപർണ ഫ്രം ദ ഹോഴ്സസ് മൗത്ത് എന്ന് പറയണ പോലെ അപർണ തന്നെ അപർണയുടെ ഇപ്പം ഒ.എൻ.വി. സാറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, എങ്കിൽ പോലും ബാക്കിയുള്ള അപർണയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പറയാം. വീട്ടിൽ മുത്തശ്ശൻ, പിന്നെ അച്ഛമ്മ സരോജിനി. അച്ഛമ്മ കേരള യൂണിവേഴ്സിറ്റിയിൽ റീഡറായിരുന്നു. പിന്നെ അച്ഛൻ വി രാജീവൻ. അച്ഛൻ റെയിൽവേസിൽ ഇപ്പോൾ ADRM ആണ്. പിന്നെ ഇടയ്ക്ക് കിഡ്സിൽ ഡെപ്യൂട്ടേഷനിൽ ഡയറക്ടറായിരുന്നു. ഇപ്പോൾ തിരിച്ച് റെയിൽവേസിൽ തന്നെ. അമ്മ ഇവിടെ മുത്തൂറ്റിലാണ്, ഫിനാൻസ് വൈസ് പ്രസിഡൻ്റാണ്. ആദ്യം ബാങ്കിലായിരുന്നു, ഇൻഡസ്ഇൻഡ് ബാങ്കിലായിരുന്നു. പിന്നെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, അങ്ങനെ അമ്മ ബാങ്കിലായിരുന്നു കൂടുതലും. ഇപ്പോൾ മുത്തൂറ്റിലാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് സിദ്ധാർത്ഥ് ഔട്ട്ലുക്ക് മാഗസീനിൽ ജേർണലിസ്റ്റാണ്, ഡൽഹിയിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1 മന്തിനകം അങ്ങോട്ട് മോനായിട്ട് പോവും. മോൻ്റെ പേര് ഗൗതം, 9 മന്ത്സ് ആവുന്നു അങ്ങനെ.
പിന്നെ അച്ഛൻ്റെ സിസ്റ്ററും ഫാമിലിയും ഹസ്ബൻഡും അവർ UK ഡോക്ടേഴ്സാണ്. മായ, ജയകൃഷ്ണൻ, കുട്ടികൾ 2 പേര് അമൃതയും സുമിത. അവർ വരുമ്പോൾ ഇവിടെ തന്നെയാണ്. ഇതാണ് ഫാമിലി. ഓക്കെ. അപ്പോൾ എന്താ നമ്മുടെ ഒരുവിധം നമ്മളെല്ലാം കവർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് അപർണയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു വൈൻഡ് അപ്പ് സോങ് എന്ന നിലയിൽ അത് ഞാൻ പറയണല്ലോ, ONV കുറുപ്പ് സാറിൻ്റെ പാട്ടായിരിക്കണമെന്നോ രാജു സാറിൻ്റെ മ്യൂസിക് ആയിരിക്കണമെന്നൊന്നും ഞാൻ പറയണല്ലോ. അപർണയ്ക്ക് ഇഷ്ടമുള്ളൊരു പാട്ട്. ഓക്കെ. आजा रे परदेसी, मैं तो कब से खड़ी इस पार, ये अखियाँ थक गई पंत निहार. आजा रे परदेसी, मैं तो कब से खड़ी इस पार, ये अखियाँ थक गई पंत निहार. आजा रे परदेसी. അപ്പോൾ ശരിക്കും ഇത്രയും ഒരു അരിസ്റ്റോക്രാറ്റിക്കും കലാപാരമ്പര്യവും ഒക്കെ ഉള്ളൊരു കുടുംബത്തിൽ നിന്നാണെങ്കിൽ പോലും സ്വന്തം പ്രയത്നത്തിൽ ശരിക്കും സ്വന്തം പ്രയത്നവും സ്വന്തം ലാളിത്യവും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അപർണ ഇവിടം വരെ എത്തി. ഇനിയും അപർണയ്ക്ക് ഒത്തിരി അവസരങ്ങൾ തേടിയെത്തട്ടെ, നല്ല പാട്ടുകൾ പഠിക്കാനും പാടാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഗൃഹസഖിയിൽ വന്നതിൽ ഇത്രയും നേരം സംസാരിച്ചത് ഒത്തിരി സന്തോഷം. താങ്ക് യു.